ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ തലേന്ന് എടുത്ത് വെച്ചിട്ടുള്ളതല്ല, നമ്മൾ ഇന്ന് ചോറ് വാർത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും, അതേപോലെ സ്കിന്നിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. നമുക്ക് പെട്ടെന്ന് ഒരു കല്യാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും, അതേപോലെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും, ഹെൽത്തി ആക്കി വെക്കാനായിട്ടും, സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും, ചുളിവുകൾ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ തലേന്ന് എടുത്ത് വെച്ചിട്ടുള്ളതല്ല, നമ്മൾ ഇന്ന് ചോറ് വാർത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് തിക്കായിട്ടൊരു ജെല്ല് രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പം നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പം ഞാനിത് ക്ലെൻസിങ് ചെയ്യാൻ പോവുകയാണ്. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി കേട്ടോ. ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും, ബ്രൈറ്റ് ആക്കാനായിട്ടും, സൺ ടാന്, പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും, യങ്ങാക്കി വെക്കാനായിട്ടും, ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ചിലരുടെ ഫേസിൽ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അപ്പം ഞാൻ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് എടുത്തിരിക്കുന്ന പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ കുറച്ചൊന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചതിന് ശേഷം എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും, അതേപോലെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. പിന്നെ ഒരുപാട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യരുത്, നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ആ പഞ്ചസാരയുടെ ഒരു ലൈനൊക്കെ വരുമ്പോഴത്തേക്കും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുക. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു മസാജിങ് ആണ്. മസാജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഫസ്റ്റ് കഞ്ഞിവെള്ളം തന്നെയാണ്. കഞ്ഞിവെള്ളം 1 സ്പൂണാണ് എടുക്കുന്നത്. ഇതിലേക്ക് വേണ്ടത് നമ്മൾ പച്ചമഞ്ഞൾ ഇതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കറിക്ക് ഉപയോഗിക്കുന്നതല്ല, നമ്മൾ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്നൊരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഈ കളറിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു മഞ്ഞളും കഞ്ഞിവെള്ളം കൂടെ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും, അതേപോലെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും, ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളിത് മൊത്തത്തിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. ആ ഒരു മഞ്ഞളും കഞ്ഞിവെള്ളവും കൂടെ നമ്മുടെ ഫേസിലൊന്ന് പിടിച്ചോട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതാണ്. ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കണം. ഇനി നമ്മളൊരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ചോറെന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ദേ, അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏത് അരിയുടെ ചോറാണോ അതെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ചോറ് ഒരു 3 സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. 2-3 സ്പൂൺ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് കിട്ടാൻ പാകത്തിന് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മഞ്ഞളാണ് കേട്ടോ. പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരണം. അരച്ചിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് ഇത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ്. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസും മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.